സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ ചില ബന്ധുക്കളും അയൽക്കാരും പുറമെ വളരെ മധുരമായി സംസാരിക്കുകയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി അഭിനയിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ നമ്മളോട് അസൂയയും വഞ്ചനയുമാണുള്ളത്. ഇത്തരക്കാർ മുന്നിൽ ചിരിച്ചുകൊണ്ട് പെരുമാറും, എന്നാൽ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളുടെ കുറ്റം പറയുന്നതിൽ അവർ ഒട്ടും മടി കാണിക്കില്ല. ഇത്തരം ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും എപ്പോഴാണ് നിങ്ങളുടെ ഒരു ബലഹീനത കയ്യിൽ കിട്ടുക എന്നും അത് മുതലെടുക്കാമെന്നും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ വലുതായ എന്തെങ്കിലും അല്ലെങ്കിൽ നല്ലതെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് അഭിനയിക്കുന്നവരായിരിക്കും നിങ്ങളെ ആദ്യം തടയാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും. അയൽക്കാരുടെ കാര്യവും ഇതുതന്നെയാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാൻ അവർ കാത്തിരിക്കുകയാണ്, അത് നാട് മുഴുവൻ പാടി നടന്ന് നിങ്ങളെ അപമാനിക്കാൻ. പക്ഷെ തെറ്റ് നിങ്ങളുടേതല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനാണോ തെറ്റുകാരൻ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല സുഹൃത്തുക്കളെ, നിങ്ങളല്ല, മറിച്ച് പാമ്പിനെപ്പോലെ നിങ്ങളുടെ ചുറ്റും ഒളിച്ചിരിക്കുന്ന ആ വിഷലിപ്തമായ ബന്ധങ്ങളുടേതാണ് തെറ്റ്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്തരം കുതന്ത്രക്കാരായ ബന്ധുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ആചാര്യ ചാണക്യൻ നൽകിയ 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. ഈ വഴികൾ അവരുടെ ചീത്ത സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക മാത്രമല്ല, ഒരുനാൾ ഇക്കൂട്ടർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ആചാര്യ ചാണക്യന്റെ അനുഗ്രഹവും ഈ അറിവും നിങ്ങളിലെത്താൻ കമന്റിൽ നിങ്ങളുടെ നഗരത്തിന്റെ പേര്, സിറ്റി നെയിം തീർച്ചയായും എഴുതുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ആരെ വിശ്വസിക്കണം, ആരിൽ നിന്ന് അകലം പാലിക്കണം എന്ന് നമ്മൾ അറിയും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞ മഹത്തായ കാര്യങ്ങൾ ഇന്നും എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1. സർവേ സ്വാർത്ഥപരായണ. എല്ലാവരും സ്വാർത്ഥരാണ്. ചാണക്യൻ പറയുന്നു, സർവേ സ്വാർത്ഥപരായണ. ഇതിനർത്ഥം എല്ലാ മനുഷ്യരും ആദ്യം ചിന്തിക്കുന്നത് സ്വന്തം ലാഭത്തെക്കുറിച്ചാണ് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ അല്പം കയ്പുള്ളതായി തോന്നാം, പക്ഷെ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. നിങ്ങൾ ഒരാളെ എത്ര സ്നേഹിച്ചാലും അവർക്കു വേണ്ടി എത്ര ത്യാഗങ്ങൾ സഹിച്ചാലും സ്വന്തം ലാഭത്തിന്റെ കാര്യം വരുമ്പോൾ ആളുകൾ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തും. ചിലപ്പോൾ മാതാപിതാക്കളോ സഹോദരങ്ങളോ പങ്കാളിയോ പോലും സ്വന്തം കാര്യത്തിനായി ബന്ധങ്ങളുടെ വികാരങ്ങളെ മറന്നുപോകാറുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, രക്തബന്ധങ്ങൾ പോലും സമയം വരുമ്പോൾ മാറുമെങ്കിൽ പിന്നെ പുറത്തുള്ള ലോകത്തിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും നമുക്കെന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? ആചാര്യ ചാണക്യന് ഈ സത്യം വളരെ നന്നായി അറിയാമായിരുന്നു. സമൂഹത്തിലെ ഓരോ ബന്ധവും ഒരുതരം കൊടുക്കൽ വാങ്ങലുകളിൽ ട്രാൻസാക്ഷനാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും നൽകുന്നിടത്തോളം കാലം അത് നിങ്ങളുടെ സ്നേഹമോ പണമോ ബഹുമാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യമോ ആകട്ടെ, അതുവരെ മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതോ അവർക്ക് എന്തെങ്കിലും നൽകുന്നതോ നിർത്തുന്ന നിമിഷം എതിരെയുള്ള വ്യക്തി ഉടൻ മാറിപ്പോകും. അതുകൊണ്ടാണ് ചാണക്യൻ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത്. ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായതുകൊണ്ടാകാം അവർ നിങ്ങളുടെ കൂടെയുള്ളത്. ഈ കാര്യം കേൾക്കാൻ വളരെ കയ്പുള്ളതാണ്. എന്നാൽ നിങ്ങളിത് ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ സ്വന്തം എന്ന് കരുതുന്ന ആരെങ്കിലും നിങ്ങളെ ചതിക്കും. അപ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഈ കയ്പുള്ള സത്യം അംഗീകരിക്കാൻ പഠിക്കുക. ഈ ലോകം വികാരങ്ങൾ കൊണ്ടല്ല, ഇമോഷൻസ്, മറിച്ച് അവരവരുടെ ആവശ്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ഇതാണ് ചാണക്യന്റെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ പാഠം. സത്യത്തെ അംഗീകരിക്കുക. 2. അയൽക്കാരന്റെ അസൂയ. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വിജയത്തിൽ ഏറ്റവും ആദ്യം അസൂയപ്പെടുന്നത് നിങ്ങളുടെ അയൽക്കാരനാണ്. അതിന് കാരണം അവൻ നിങ്ങളെ ദിവസവും കാണുന്നു എന്നതാണ്. നിങ്ങളുടെ ജീവിതരീതി, നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർ എന്നിവയെല്ലാം അവൻ കാണുന്നു. നിങ്ങളുടെ ചെറിയ സന്തോഷം പോലും അവനെ അസ്വസ്ഥനാക്കുന്നു. അവൻ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ അസൂയയുടെ തീ പുകയുന്നുണ്ടാകും. ഈ അസൂയ പതിയെ വെറുപ്പായി മാറുകയും അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങൾക്കെതിരെ വിഷം ചീറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാണിക്കാനുള്ള അഭിനന്ദനം. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ പണം കൊണ്ട് ഒരു പുതിയ വാഹനം വാങ്ങിയെന്നിരിക്കട്ടെ. ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കാൻ വരും. എന്നാൽ അയൽക്കാരൻ എന്താണ് പറയുക? അവൻ പറയും, കൊള്ളാം, വണ്ടി നല്ലതാണ്, പക്ഷെ കേട്ടിടത്തോളം ഇപ്പോൾ ഇതൊക്കെ തവണ വ്യവസ്ഥയിൽ EMI വളരെ എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഇതിനെയാണ് ഒളിപ്പിച്ചുവെച്ച അസൂയ എന്ന് പറയുന്നത്. ഇത് പുറമേ മധുരമായി തോന്നും, എന്നാൽ ഉള്ളിൽ ആസിഡ് പോലെ കൈപ്പേറിയതായിരിക്കും. ചാണക്യൻ ആളുകളുടെ ഈ ചിന്താഗതിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. നിങ്ങളെ ഏറ്റവും അടുത്തുനിന്ന് വീക്ഷിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത അറിയാമെന്നും അവൻ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാകുമെന്നും ചാണക്യൻ വിശ്വസിച്ചിരുന്നു. 3. അയൽക്കാരന്റെ നോട്ടം. അയൽക്കാരൻ നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് പെയിന്റിംഗ് നടക്കുന്നത്, ആരാണ് പുതിയ മൊബൈൽ എടുത്തത്,
അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ബന്ധുക്കൾ വന്നു പോകുന്നു എന്നിങ്ങനെ. അവൻ ഈ കാര്യങ്ങളെല്ലാം താനുമായി താരതമ്യം ചെയ്യുകയും ഉള്ളിൽ അസൂയപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴാണ് താഴെ വീഴുകയോ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയോ ചെയ്യുക എന്ന് അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ചാണക്യൻ ഉപദേശിക്കുന്നു, അയൽക്കാരോട് ഇടപഴകുക, എന്നാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും അവരോടൊരിക്കലും പറയരുത്. അവരോട് ചിരിച്ചുകൊണ്ട് പെരുമാറുക, എന്നാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചുവെക്കുക. എപ്പോഴും ഓർക്കുക, നിങ്ങളെ ഏറ്റവും അടുത്തുനിന്ന് നിരീക്ഷിക്കുന്ന വ്യക്തി ഒന്നുകിൽ നിങ്ങളുടെ രക്ഷകനാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകും. 4. രക്തബന്ധങ്ങളും ചതിയും. രക്തബന്ധങ്ങൾ ഒരിക്കലും ചതിക്കില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ചാണക്യൻ ഇതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു. അദ്ദേഹം പറയുന്നു, സ്വാർത്ഥത നിലനിൽക്കുന്നിടത്തോളം മാത്രമേ രക്തബന്ധങ്ങളും നിലനിൽക്കൂ. ബന്ധുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മധുരമായ സംസാരമാണ്, സ്വീറ്റ് ടങ്. അവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പുകഴ്ത്തും. നീ എന്ത് വലിയ നേട്ടമാണുണ്ടാക്കിയത്, ഞങ്ങൾക്ക് ശരിക്കും അഭിമാനമുണ്ട്. എന്നാൽ നിങ്ങൾ തിരിഞ്ഞു നടന്നാലുടൻ അവർ നിങ്ങൾക്കെതിരെ വിഷം ചീറ്റാൻ തുടങ്ങും. അതെ അതെ, പണം വന്നു, പക്ഷെ ഇപ്പോൾ അഹങ്കാരവും വന്നിട്ടുണ്ട്. ചാണക്യൻ പറയുന്നു, ആപത്തുകാലത്ത് കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു. ബാക്കിയുള്ളവരെല്ലാം പേരിനു മാത്രമുള്ള ബന്ധങ്ങളാണ്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ബന്ധുക്കൾ ആദ്യം പറയുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയാണ്. ഇക്കാലത്ത് പല ബന്ധങ്ങളും ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രമായി മാറിയിരിക്കുന്നു. കല്യാണം, ആഘോഷങ്ങൾ, ചടങ്ങുകൾ എന്നിവയ്ക്കൊക്കെ എല്ലാവരും എത്തും. എന്നാൽ ശരിക്കും സഹായം വേണ്ടിവരുമ്പോൾ ഇക്കൂട്ടർ നിങ്ങളുടെ ഫോൺ എടുക്കാൻ പോലും തയ്യാറാവില്ല. ആചാര്യ ചാണക്യൻ ഈ ചിന്താഗതിയെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പറയുന്നു, ബന്ധങ്ങളെ ദൈവം പോലെ കാണുന്നിടത്ത് തന്നെ ബന്ധങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ചതികളും നടക്കുന്നു. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. കാരണം എല്ലാ ബന്ധുക്കളും സ്വന്തം ആളുകളല്ല. എല്ലാ അമ്മാവന്മാരും ചേട്ടന്മാരും മാമന്മാരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ചിലപ്പോൾ നമ്മൾ സ്വന്തമെന്ന് വിളിക്കുന്നവരിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ അപകടം വരുന്നത്. 5. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ചാണക്യൻ പറയുന്നു, സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ച് കഴിയുന്നവൻ എപ്പോഴും അപമാനം സഹിക്കേണ്ടിവരും. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ആപത്ത് വരുമ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ കൂടെയുണ്ടാകുമെന്ന്. എന്നാൽ മോശം സമയം വരുമ്പോഴാണ് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്, ആരും കൂടെയുണ്ടാകില്ല. അതുകൊണ്ട് ചാണക്യനീതിയിലെ ഒരു വലിയ മന്ത്രമാണിത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതൽ ദുഃഖം നൽകുന്നത്. സ്വന്തം കാലിൽ നിൽക്കുന്നവനെയാണ് ലോകം ബഹുമാനിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടെ മറ്റുള്ളവരോട് സഹായം ചോദിച്ചാൽ ആളുകൾ നിങ്ങളെ ഒരു ഭാരമായി കാണാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ യുദ്ധം ഒറ്റയ്ക്ക് പോരാടിയാൽ അതേ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നിടത്തോളം എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ടാകും. എന്നാൽ നിങ്ങൾ താഴെ വീണാൽ എല്ലാവരും അപ്രത്യക്ഷമാകും. ചിലർ നിങ്ങളുടെ കുറ്റം പറയാനും തുടങ്ങും. ചാണക്യൻ ഉപദേശിക്കുന്നു, സ്വയം പര്യാപ്തരാവുക. ബി സെൽഫ് റിലയന്റ്. ആരുടെയും ആവശ്യം വരാത്ത രീതിയിൽ സ്വയം പ്രാപ്തനാകുക. കാരണം സ്വയം പര്യാപ്തനായ വ്യക്തിയെ ആർക്കും തോൽപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല. മറ്റുള്ളവരുടെ സഹായം കിട്ടിയാൽ നല്ലത്. എന്നാൽ ആരും സഹായിക്കാൻ വരില്ല എന്ന് കരുതി വേണം എപ്പോഴും പ്ലാനുകളുണ്ടാക്കാൻ. എന്നാൽ മാത്രമേ ലോകം കൈവിട്ടാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇതാണ് യഥാർത്ഥ ശക്തി. ഇതാണ് ചാണക്യന്റെ സ്വയം പര്യാപ്തതാ മന്ത്രം. 6. മൗനമാണ് ശക്തി. ചാണക്യൻ പറയുന്നു, മനസ്സിലെ കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് നിങ്ങളുടെ ബലഹീനതയായി മാറിയേക്കാം. കാരണം വാക്കുകൾ ഒരിക്കൽ പുറത്തുപോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല. ആളുകളുടെ സ്വഭാവം മാറാൻ അധികം സമയം വേണ്ട. ഇന്നത്തെ കാലത്ത് പലരും ചിന്തിക്കുന്നത്, എനിക്കെന്തിനാണ് ഭയം, എനിക്ക് ഒളിക്കാനൊന്നുമില്ലല്ലോ എന്നാണ്. എന്നാൽ ഈ ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മനസ്സ് തുറന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടപ്പെട്ട ഒരാളോട് പറഞ്ഞാൽ കുറച്ചു കാലത്തിനു ശേഷം അതേ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നു. നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ അരക്ഷിതാവസ്ഥകൾ എന്നിവയെല്ലാം ആളുകൾക്ക് ഗോസിപ്പ് പറയാനുള്ള വിഷയങ്ങളായി മാറുന്നു. അതുകൊണ്ട് ചാണക്യൻ പറയുന്നു, ബുദ്ധിമാനായവൻ തന്റെ രഹസ്യങ്ങൾ തന്നിൽ തന്നെ സൂക്ഷിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ്? ഈ കാര്യങ്ങൾ മുന്നിലുള്ള വ്യക്തി നേരത്തെ അറിഞ്ഞാൽ ഒന്നുകിൽ അവൻ അതിനെ കളിയാക്കും, അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കും. കുറച്ച് സംസാരിക്കുക, സുരക്ഷിതരായിരിക്കുക. ചാണക്യൻ ഈ കാര്യത്തിൽ വളരെ ഊന്നൽ നൽകുന്നു. എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും സുരക്ഷിതനായിരിക്കും. കാരണം ഈ ലോകം നിങ്ങളുടെ വാക്കുകളെ പിടിച്ചുവാങ്ങി അതിൽ കളിക്കും. നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. കാരണം ചിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ശുഭചിന്തകരാകണമെന്നില്ല. 7. കാലമാണ് വലിയ ഗുരു. ചാണക്യൻ പറയുന്നു, കാലമാണ് ഏറ്റവും വലിയ പരീക്ഷ നടത്തുന്നത്. ആരാണ് സത്യത്തിൽ സ്വന്തമാണെന്നും ആരാണ് സ്വന്തമാണെന്ന് അഭിനയിക്കുന്നതെന്നും കാലം തെളിയിച്ചു തരും. ജീവിതത്തിൽ പല ബന്ധങ്ങളും
പുറമേ വളരെ നല്ലതായി തോന്നും, എന്നാൽ ഉള്ളിൽ അവർക്ക് യാതൊരു ബന്ധവുമുണ്ടാകില്ല. നിങ്ങളുടെ കൂടെ ചിരിക്കുകയും കളിക്കുകയും കൂടെ ഭക്ഷണം കഴിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. എന്നാൽ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കണം: എന്റെ മോശം സമയത്തും ദുഃഖത്തിലും ഇവർ എന്റെ കൂടെ നിൽക്കുമോ? ചാണക്യൻ ആഴമേറിയ ഒരു കാര്യം പറയുന്നു: നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ കൂടെ ആരുണ്ടോ അവനാണ് നിങ്ങളുടെ സ്വന്തം. നിങ്ങളുടെ കയ്യിൽ പണം, അധികാരം, പദവി എന്നിവയുള്ളപ്പോൾ വ്യാജബന്ധങ്ങളും സത്യമാണെന്ന് തോന്നും. എന്നാൽ സമയം മോശമാകുമ്പോൾ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയും യഥാർത്ഥ മുഖങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ രോഗത്തിൽ ആര് കൂടെ നിൽക്കുന്നു? നിങ്ങളുടെ വിഷമത്തിൽ ആരുടെ ഫോൺ വരുന്നു? നിങ്ങൾ പറയാതെ തന്നെ ആര് സഹായിക്കുന്നു? ഇതാണ് യഥാർത്ഥ ബന്ധങ്ങളുടെ അടയാളം. ബാക്കിയുള്ളവർ വെറും ചടങ്ങുകൾക്ക് വരുന്നവരാണ്. ഫോട്ടോ എടുക്കാനും മധുരം കഴിക്കാനും വരുന്നവർ, എന്നിട്ട് പോയി പുറകിൽ കുറ്റം പറയുന്നവർ. ചാണക്യൻ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു: ബന്ധങ്ങൾ രക്തം കൊണ്ടല്ല, പെരുമാറ്റം കൊണ്ടാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥ പെരുമാറ്റം സമയത്താണ് അറിയാൻ കഴിയുക. അതുകൊണ്ട് കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത്. ബന്ധങ്ങൾക്ക് സമയം കൊടുക്കുക, പരിശോധിക്കുക. കാരണം സമയത്തിനു മുൻപേ ആർക്കെങ്കിലും ഹൃദയം കൊടുത്താൽ പിന്നീട് അവർ തന്നെ ഹൃദയം തകർക്കുന്നവരായി മാറും. ചാണക്യന്റെ വാക്കുകൾ വെറുതെ കേൾക്കാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിലെ ഓരോ യുദ്ധവും ജയിക്കാനുള്ള വഴിയാണ്. ബന്ധുക്കളും അയൽക്കാരും സുഹൃത്തുക്കളും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ഭയപ്പെടരുത്, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നും കരുതരുത്. ആചാര്യ ചാണക്യൻ പറയുന്നു: നിങ്ങളുടെ കയ്യിൽ ബുദ്ധി, ജാഗ്രത, സ്വയം പര്യാപ്തത എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏത് പ്രയാസത്തെയും നേരിടാനും ജയിക്കാനും കഴിയും. 1. ആദ്യത്തെ പടി സ്വയം വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളുടെ ശക്തി തിരിച്ചറിയുകയും നിങ്ങളുടെ ചുവടുകൾ ഉറപ്പിക്കുകയും വേണം. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കും വിശ്വാസത്തിനും പകരം സ്വന്തം അധ്വാനത്തിലും ബുദ്ധിയിലും വിശ്വസിക്കുക. ഒറ്റയ്ക്ക് നടക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നതിൽ സംശയമില്ല, എന്നാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. 2. രണ്ടാമത്തെ കാര്യം, മനസ്സിന്റെ കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയരുത്. ആചാര്യ ചാണക്യൻ പറയുന്നു: സ്വന്തം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നവനാണ് സുരക്ഷിതൻ. അതുകൊണ്ട് നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ കുറവുകൾ എന്താണ്? ഈ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കി നിർത്തുക. എല്ലാവരോടും എല്ലാം പറയുന്നത് നിങ്ങളെ കുഴപ്പത്തിലാക്കും. 3. മൂന്നാമത്, സൂക്ഷ്മതയോടെ ബന്ധങ്ങളുണ്ടാക്കുക. എല്ലാവരെയും വിശ്വസിക്കരുത്. ബന്ധങ്ങളെ സമയവും പെരുമാറ്റവും കൊണ്ട് പരിശോധിക്കുക. കഷ്ടകാലത്ത് കൂടെ നിൽക്കുന്നവനാണ് സ്വന്തം, ബാക്കിയുള്ളവർ പേരിന് മാത്രം. 4. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. മറ്റുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ചാണക്യൻ പറയുന്നു: സ്വന്തം രക്ഷ സ്വയം ചെയ്യാൻ അറിയുന്നവനാണ് സത്യത്തിൽ വിജയം നേടുന്നത്. അതുകൊണ്ട് സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുക, സ്വയം പര്യാപ്തരാവുക. എപ്പോഴും ഓർക്കുക, ഈ ലോകം സ്വാർത്ഥതയിലാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥതയെ നിയന്ത്രിക്കാൻ കഴിയും. ചാണക്യനീതികൾ സ്വീകരിച്ച് നിങ്ങൾക്ക് സ്വയം ശക്തനും ബുദ്ധിമാനും വിജയിയുമാകാൻ കഴിയും. അപ്പോൾ ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക: ആവശ്യം വരുമ്പോൾ മാത്രം ഓർക്കുന്ന ബന്ധങ്ങളെ നിങ്ങൾ ഇനിയും വിശ്വസിക്കുമോ? നിങ്ങളുടെ വേദനയിൽ അപ്രത്യക്ഷമാവുകയും എന്നാൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന അയൽക്കാരെയും ബന്ധുക്കളെയും നിങ്ങൾ ഇനിയും സ്വന്തമായി കരുതുമോ? ഇനി മൗനം വെടിയേണ്ട സമയമല്ല, മറിച്ച് മിണ്ടാതെ ബുദ്ധിമാനാകേണ്ട സമയമാണ്. ചാണക്യൻ പറയുന്നു: ആർക്കെങ്കിലും വാക്കുകൾ കൊണ്ട് മറുപടി നൽകുന്നതിനു പകരം നിങ്ങളുടെ തന്ത്രങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും മറുപടി നൽകുക. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പ്രവർത്തിക്കുക. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല, എന്നാൽ സ്വയം ശക്തനാകാൻ നിങ്ങൾക്ക് പൂർണ്ണമായും കഴിയും. തീരുമാനങ്ങളിൽ എടുത്തുചാട്ടം വേണ്ട, ചിന്തിച്ചുറപ്പിച്ച് ചുവടുകൾ വയ്ക്കുക. സ്വന്തം വഴി സ്വയം തെരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. ഓർക്കുക, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവനാണ് ഒറ്റയ്ക്ക് നടക്കുന്നത്. ആ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയാണ് ഒരുനാൾ ചരിത്രം സൃഷ്ടിക്കുന്നത്. അയൽക്കാരുമായുള്ള പെരുമാറ്റം. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് അയൽക്കാർക്ക് നിങ്ങളുടെ ജീവിതം സ്വർഗമോ നരകമോ ആക്കാൻ കഴിയുമെന്നാണ്. ജാഗ്രത. അയൽക്കാരുമായി നല്ല ബന്ധം സൂക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ അവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. നിങ്ങളുടെ വീടിന്റെ രഹസ്യങ്ങൾ അറിയാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അയൽക്കാരാണ്. ദുഷ്ടനായ അയൽക്കാരനിൽ നിന്ന് അകലം പാലിക്കുക. അയൽക്കാരൻ ദുഷ്ടനോ അസൂയ ഉള്ളവനോ വഴക്കാളിയോ ആണെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും കൊത്താൻ കഴിയുന്ന പാമ്പിനെപ്പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് വിഷപ്പാമ്പിന്റെ കൂടെ ജീവിക്കുന്നത് പോലെയാണ്. അത് അവസാനം നാശത്തിലേക്ക് നയിക്കും. ഏതു ബന്ധുക്കളെയാണ് ഉപേക്ഷിക്കേണ്ടത്? ആചാര്യ ചാണക്യൻ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആളായിരുന്നു. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ബന്ധുക്കളെ ഉപേക്ഷിക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. സ്നേഹമില്ലാത്ത ബന്ധുക്കൾ. ബഹുമാനവും സ്നേഹവുമില്ലാത്ത ബന്ധം കൊണ്ടു നടക്കുന്നതിൽ അർത്ഥമില്ല. ചതിക്കുന്നവർ. മുഖത്ത് നോക്കി മധുരമായി സംസാരിക്കുകയും പുറകിൽ കുറ്റം പറയുകയും ചെയ്യുന്നവരിൽ നിന്ന് ഉടൻ അകലം പാലിക്കണം. ചാണക്യൻ ഇതിനെ വിഷകുംഭം പയോമുഖം എന്നാണ് വിളിച്ചത്. അതായത് മുകളിൽ പാൽ പുരട്ടിയ ഉള്ളിൽ വിഷം നിറച്ച കുടം. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഇന്ന് തന്നെ സ്വയം ഒരു വാഗ്ദാനം പ്രോമിസ് ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ദുഃഖിക്കില്ല,
മറിച്ച് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കും. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ചില ബന്ധുക്കളുടെയും അയൽക്കാരുടെയും പെരുമാറ്റം കൈപ്പേറിയതാകാം എന്നാണ്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ജാഗ്രത പാലിക്കണം, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ എല്ലാവരോടും പറയരുത്. സ്വന്തം ധൈര്യം കൂട്ടുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഏത് ഗ്രാമത്തിലോ നഗരത്തിലോ ആണ് താമസിക്കുന്നത് എന്ന് കമന്റിൽ തീർച്ചയായും അറിയിക്കുക. ആചാര്യ ചാണക്യന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി.